ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, എസെക്കിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവെന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവെന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. എൻ്റെ ദൈവം സംസാരിച്ചപ്പോൾ, ദൈവത്തിൻ്റെ നാദമുള്ളവർ സംസാരിച്ചപ്പം, ദൈവത്തിൻ്റെ തേജസ്സുള്ളവർ സംസാരിക്കുമ്പം നമ്മുടെ കാലുകളിൽ എഴുന്നേറ്റ് നിന്ന് കുതിച്ചു ചാടി ഓടാനുള്ള കരുത്തും ബലവും നമുക്ക് കിട്ടും. ചില ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഉള്ള ശക്തിയോടെ ചോർന്നു പോയി താഴെ വീണ് താങ്ങ് നഷ്ടപ്പെട്ടു പോയി എഴഞ്ഞു പോലും പോകാൻ പറ്റാത്ത വിധം മനസ്സ് തപിച്ചു പോകും. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പം, ഞാൻ മിണ്ടുമ്പം സ്വന്തം കാലുകളിൽ എഴുന്നേറ്റ് നിന്ന് പടപൊരുതാൻ എൻ്റെ സഹോദരങ്ങൾക്ക് കരുത്ത് കിട്ടാറുണ്ട്. എൻ്റെ ദൈവം എന്നോട് മിണ്ടുമ്പം അവിടെ നിന്ന് എൻ്റെ കാലുകൾ ഉറപ്പിച്ചു നിർത്തും. അവൻ്റെ ആത്മാവ് എന്നിലേക്ക് പ്രവേശിച്ച് എൻ്റെ തകർച്ചകളെ പറിച്ചു മാറ്റിയിട്ട് എന്നെ എൻ്റെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തും. എൻ്റെ അഭിമാനത്തിന് വില കൊടുക്കുന്ന എൻ്റെ ദൈവം. നിസാരനായി ഞാൻ മിണ്ടുമ്പം സ്വന്തം കാലുകളിൽ മനുഷ്യൻ ഉറച്ചു നിൽക്കുമോ? വീണു പോയവനും ഇഴഞ്ഞു പോയവനും പൊട്ടിപ്പോയവനും തകർന്നു പോയവനും സ്വന്തം കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുമോ? അങ്ങനെ ദൈവദൂതുള്ള ദൈവനാദമുള്ള വാക്ക് പറയാൻ ഈ വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ദൈവനാദത്തോടുകൂടി മിണ്ടുമ്പം മനുഷ്യര്, സുഹൃത്തുക്കൾ, വീണുപോയവർ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കും. അത് നിന്നിലൂടെ സംഭവിക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ. ആമേൻ. മാതാവിൻ തിരുരഹസ്യങ്ങൾ സഭയുടെ നന്മയ്ക്കുതകാനായി സിനിമാ വേദിയിലെത്തിക്കാൻ നാഥാ കൃപ നീ ചൊരിയണമേ.